ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം. ഡെയിലി ന്യൂസ് വായനാലോകത്തിലെ പ്രിയമുള്ള പ്രേക്ഷകരെ, ശ്രോതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ. മലയാളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരുടെ മികച്ച കഥകൾ അവതരിപ്പിക്കുന്ന ഇടം എന്ന നിലയിൽ ഡെയിലി ന്യൂസ് വായനാലോകം ഇതിനകം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. മുൻപ് എന്റെ പേപ്പർ വെയ്റ്റ് എന്ന കഥ ഈ പങ്ക്തിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിന് നല്ല പ്രതികരണങ്ങൾ ശ്രോതാക്കളുടെ ഭാഗത്തുനിന്ന് ലഭിച്ചു. ഇന്ന് എന്റെ മായൻതുരുത്ത് എന്ന കഥയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. 2019 ഞാൻ എഴുതിയ കഥയാണ് മായൻതുരുത്ത്. ഈയിടെ ഒരു ബുക്സ് പ്രസിദ്ധീകരിച്ച എന്റെ സമ്പൂർണ്ണ കഥകളിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന കഥയും മായൻതുരുത്താണ്. കഥ കേൾക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുന്നിൽ കഥയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കഥ കേൾക്കുക, ആസ്വദിക്കുക, പ്രതികരണങ്ങൾ അറിയിക്കുക. താങ്ക് യു. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. KV മോഹൻകുമാർ. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തെക്ക് ഗ്രാമമാണ് സ്വദേശം. 12 വർഷം പത്രപ്രവർത്തകനായിരുന്നു. തുടർന്ന് സിവിൽ സർവീസിൽ. ഇപ്പോൾ കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ. ഉഷ്ണരാശി എന്ന നോവലിന് 2018 വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. വിവിധ കൃതികൾക്ക് OV വിജയൻ ഫൗണ്ടേഷന്റെ പ്രഥമ ഖസാക്ക് നോവൽ പുരസ്കാരം, ഡോക്ടർ KM തരകൻ സുവർണരേഖ നോവൽ അവാർഡ്, പ്ലാവില സാഹിത്യ പുരസ്കാരം, തിക്കുറിശി ഫൗണ്ടേഷൻ നോവൽ അവാർഡ്, ഫൊക്കാന സാഹിത്യ പുരസ്കാരം, ഐമ അക്ഷരമുദ്ര പുരസ്കാരം, K സുരേന്ദ്രൻ നോവൽ അവാർഡ്, P കുഞ്ഞിരാമൻ നായർ ഫൗണ്ടേഷൻ സമസ്ത കേരളം നോവൽ പുരസ്കാരം, അങ്കണം ഷംസുദ്ദീൻ സ്മൃതി നോവൽ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചു. കേശു, മഴനീർത്തുള്ളികൾ, ക്ലിന്റ് എന്നീ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി. രാജലക്ഷ്മിയാണ് ജീവിത പങ്കാളി. മക്കൾ ലക്ഷ്മിയും ആര്യയും. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ KV മോഹൻകുമാറിന്റെ മായൻതുരുത്ത് എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. KV മോഹൻകുമാറിന്റെ മായൻതുരുത്ത്. താന്തോന്നിക്കുന്നിന്റെ ചെരുവിലേക്കാണ് മായൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ചൂരലും കാരയും വിളഞ്ഞു നിന്ന പൊന്തകൾക്കിടയിലൂടെ മായൻ ഒരു പെരിച്ചാഴിയുടെ മെയ്വഴക്കത്തോടെ നൂണ്ടിറങ്ങി. എനിക്കതത്ര ആയാസരഹിതമായിരുന്നില്ല. നഗരജീവിതം എന്റെ ഉടലിനെ വിറങ്ങലിച്ച വിറകുകൊള്ളിയാക്കിയിരുന്നു. പൊന്തകൾക്കിടയിലൂടെ മായൻ നൂണ്ടിറങ്ങിയപ്പോൾ ഞാൻ പുറംതിട്ടകൾ ചാടിക്കടന്ന് അയാൾക്കൊപ്പമെത്താൻ പണിപ്പെടുകയായിരുന്നു. വയൽച്ചുള്ളികൾ തഴച്ചുനിന്ന വരമ്പിലൂടെ കൈത്തോടുകൾ ചാടിക്കടന്ന് അറപ്പൻ കാറ്റ് കണക്കെ മായൻ പായുമ്പോഴും നഗരജീവിതത്തിലെ അനായാസത എന്റെ കണങ്കാലുകളിൽ അദൃശ്യമായ കൂച്ചുവിലങ്ങിടുന്നത് ഞാൻ അറിഞ്ഞു. മായൻ എവിടേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? നഗരത്തിലെ തിരക്കിൽ നിന്ന് ഒറ്റപ്പെട്ട ഈ തുരത്തിന്റെ മരവിപ്പിലേക്കെന്നെ വിളിച്ചു വരുത്തിയതെന്തിനാണ്? വികലമായ കൈപ്പടയിലെഴുതിയ മായന്റെ എഴുത്ത് തപാലിൽ ചുറ്റിത്തിരിഞ്ഞ് കയ്യിലെത്തിയപ്പോൾ ഒരേ സമയം അമ്പരപ്പും ഭീതിയുമാണ് തോന്നിയത്. എന്റെ എത്രയും പ്രിയപ്പെട്ട വിനയ, നീ എന്നെ മറന്നു കാണുകയില്ലെന്ന് കരുതുന്നു. ഒടുക്കം നമ്മൾ തമ്മി കണ്ടിട്ട് 10-20 കൊല്ലം കഴിഞ്ഞേലും നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയണുണ്ട്. പത്രത്തിൽ നിന്റെ പേര് വെച്ച് വരണ കിടിലൻ വാർത്തകളൊക്കെ വായിക്കാറുണ്ട്. ആകാശത്തിലേക്ക് പറത്തിവിട്ട പട്ടം പോലെ നീ പറന്നുയരുന്നത് കാണാൻ കൊതിച്ചവനാണല്ലോ മായണ്ണൻ. നീ എവിടെയെങ്കിലും എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമല്ല പറയാൻ വന്നത്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് കത്തെഴുതി ബുദ്ധിമുട്ടിക്കുന്നത്. എനിക്ക് അവിടം വരെ വന്ന് നിന്നെ കാണാനുള്ള ത്രാണിയോ പത്രാസോ ഇല്ലല്ലോ. നീയല്ലാതെ വേറൊരാളെയും കണ്ടിട്ടൊരു കാര്യവും ഇല്ല. എടാ, ഞാനിവിടെ ഒരു തുരുത്തിലാണ് പൊറുതി. തുരുത്തെന്ന് വെച്ചാ കായലിന്റെ നടുക്ക്, ചുറ്റും വെള്ളം.
8-9 ഏക്കറുണ്ട്. കൊച്ചൊരു തുരുത്ത്. നിനക്കിഷ്ടപ്പെടും. പകല് ചൂണ്ടലിട്ടോ വലയെറിഞ്ഞോ മീന് പിടിക്കാം. പിന്നെ കുറെ മുഴുത്ത പരദേശി കൊക്ക് പറന്നു വരാറുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ 1-2 എയർഗണ്ണ് വെച്ച് വെടിവെച്ചിടും. നീ കൊക്കിറച്ചി കഴിച്ചിട്ടുണ്ടോ? എടാ അസ്സലാടാ. പിന്നെ കൊളക്കോഴി. ഇഷ്ടം പോലെ മരപ്പട്ടിയുണ്ട്. ഒരെണ്ണത്തിന് ഞാനിന്നാള് കാച്ചി. സ്വയംബൻ ഇറച്ചിയാടാ. പിന്നെ 3-4 തെങ്ങ് ചെത്താൻ കൊടുത്തിട്ടുണ്ട്. മുന്തിരിങ്ങായിട്ട നല്ല മൂത്ത കള്ളു കുടിക്കാം. 3-4 ദിവസം താമസിക്കാൻ പരുവത്തിന് നീ വാ. ആരോടും ഒന്നും പറയാൻ പോകണ്ട. സ്വസ്ഥമായി വന്നിരുന്ന് നീ വല്ലോ എഴുതാനോ വായിക്കാനോ നോക്ക്. മൊബൈൽ ഫോണിൽ പോലും ആരും വിളിക്കുമെന്ന് പേടിക്കണ്ട. ജന്മത്ത് റേഞ്ച് കിട്ടുകയില്ല. ലൈൻ ബസ്സിലാണ് നീ വരണതെങ്കിൽ മൂപ്പാത്തിക്കാവിലിറങ്ങണം. അല്ല, സ്വന്തം കാറോടിച്ചാ വരണതെങ്കിൽ മൂപ്പാത്തിക്കാവ് കഴിഞ്ഞ് ചുവന്ന കട്ടിയാവ് ചുറ്റിയ പനയുടെ ചോട്ടി കാർ ഒതുക്കിയിടണം. അവിടെ നിന്നിങ്ങോട്ടൊരു 2 ഫർലാങ്. വഴികളൊക്കെ ആൾക്കാര് മതില് കെട്ടി അടച്ചോണ്ടിരിക്കുവല്ലേടാ. അവിടുന്ന് 2 ആൾക്ക് കഷ്ടിച്ച് നടന്നു വരാവുന്ന നാട്ടുവഴിയെ. അത് വന്ന് നിൽക്കണത് വയലറമ്പത്താണ്. വയലി മൊത്തം ഓരുവെള്ളം കയറി കിടക്കുവാണ്. വരമ്പ് വഴി വരണത് നേരെ കായലിന്റെ കരയിലേക്കാണ്. അവിടെ എത്തിയിട്ടൊന്നുറക്കെ പൂഹൈ എന്ന് കൂവിയാ മതി. തോണിയുമായി ഞാൻ വരും. ആരാ എന്താ എന്നൊക്കെ ആരേലും ചോദിച്ചാലേ മായന്തുരത്തിലേക്കാണെന്ന് പറ. നിന്നെ ഇവിടെങ്ങും ആരും തിരിച്ചറിയുകയില്ലല്ലോ. എന്താ കാര്യമെന്നെങ്ങാനും ചോദിച്ചാ വക്കീലാണെന്നും കേസിന്റെ കാര്യത്തിന് വന്നതാണെന്നും പറഞ്ഞേരെ. പണ്ടത്തെ ഏതേലും കൊലക്കേസിന്റെ കാര്യം പറഞ്ഞാ മതി. വല്ല തുമ്പും ആയോന്നെങ്ങാനും ചോദിച്ചാ അന്നെങ്ങാനും ഇരുത്തിയൊന്ന് മൂളിയേക്കുക. പിന്നെ അവന്മാരൊന്നും ചെകഞ്ഞെടുക്കാൻ നിൽക്കുകയില്ല. മായന് കൊലക്കയറ് കിട്ടാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണ കള്ളപ്പന്നികള്. ഒരിക്കൽ നീ എന്നോട് ചോദിച്ചില്ലേ, മായണ്ണ ഇതൊക്കെ മതിയാക്കി നിങ്ങൾക്ക് മനസമാധാനത്തോടെ ജീവിച്ചൂടെന്ന്? നീയല്ലാതെ ഈ പറഞ്ഞവന്മാരൊരുത്തനും ഇന്നേ വരെ മായനോടങ്ങനെ ചോദിച്ചിട്ടില്ല. നിനക്കൊരുത്തനല്ലേ എന്നോടങ്ങനെ ചോദിക്കാൻ മനസ്സ് തോന്നിയുള്ളോ? അന്ന് അത് രസിക്കാണ്ട് നിന്റെ മുതുകത്ത് തട്ടി പോടാ പോയി നിന്റെ പണി നോക്കടാന്ന് പറഞ്ഞാ നിന്നെ ഞാൻ ഓടിച്ചേ. അന്നാ അവസാനമായി നമ്മൾ കണ്ടത്. രാത്രി നിന്നെ വീട്ടിൽ കൊണ്ടാക്കി അന്ന്. മനഃപൂർവ്വം ഒന്നും അല്ലടാ. വേറെ എന്ത് പണിയാടാ എനിക്കറിയാവുന്നേ? ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ ഇതല്ലടാ മായണ്ണന്റെ പണി. അപ്പോ 3-4 ദിവസം താമസിക്കാവുന്ന പരുവത്തി വേണം നീ വരാൻ. വന്നില്ലേ പിന്നെ നിന്റെ വീടും കൂടിയും തെരഞ്ഞു പിടിച്ച് മായണ്ണ അങ്ങോട്ട് വരേണ്ടി വരും. അത് നിനക്ക് മെനക്കെടല്ലേ? എന്നെപ്പോലാണാ നീ? പെണ്ണും പെടക്കോഴിയുമൊക്കെയായി കഴിയണവനല്ലേ? മായണ്ണൻ അതിനിടെ കയറി എടങ്ങേറാക്കാൻ വന്നെന്ന് പഴി പറയിക്കണ്ടല്ല. അപ്പ ശരി, ശേഷം നേരിൽ സ്വന്തം മായണ്ണൻ. കുശപ്പുല്ല് വകഞ്ഞ് കുന്നിന്റെ ചെരുവിലേക്ക് കയറിയതും മായൻ പെട്ടെന്ന് നിന്നു. ഷ്, നീ ഒച്ചയുണ്ടാക്കല്ല്, അയാൾ അടക്കത്തിൽ പറഞ്ഞു. ആണ്ടെ ഒരു കൂരൻ. കൂരനോ? എടാ മാന്റെ ജാതിപ്പെട്ട, അപ്പുറത്തെ കാട്ടീന്ന് നീന്തിക്കേറി വരണതാ. മായൻ തെറ്റാൽ ഒക്കത്ത് ചേർത്ത് വെച്ച് ഉന്നം പിടിച്ചു. പണ്ടാരത്തിന് 1000 കണ്ണും കാതുവാ. ദാന്ന് പറയും മുമ്പേ ഓടി രക്ഷപ്പെട്ട് കളയും. കൊല്ലാനാണോ? പിന്നെ വളർത്താനാ? മായൻ എന്നെ വക്രിച്ചു നോക്കി. അനക്കം കേട്ടതും കൂരൻ തലവെട്ടിച്ചു. ചെവി വട്ടം പിടിച്ചു. പിന്നെ ഒരോട്ടം. ഇതാ ഞാൻ പറഞ്ഞേ. മായൻ നിരാശനായി. സലോമി പുഴമീൻ വരഞ്ഞു കീറി മുളകരച്ച് പെരട്ടി പൊള്ളിക്കണുണ്ട്. അയാൾ കൂരൻ പോയ വഴിയിലേക്ക് നോക്കി. മീൻ പൊള്ളിച്ച് പണ്ടേ നിനക്കിഷ്ടമാണല്ല. കുറച്ചെങ്ങാനും വരാലും ചെമ്പല്ലിയും പൊള്ളിച്ചതാണോ നിന്റെ വീട്ടിന്ന് ഞാൻ തിന്നിട്ടുള്ളേ? ആണ്ടുതോറും പടിഞ്ഞാറേക്കുളം തേവി വറ്റിക്കുമ്പം. മായൻ നടന്നു.
ഒരിക്കലൊരു മുഷിയെ ഞാൻ പൊന്തയ്ക്കകത്തെ മാളത്തീ കൈയിട്ട് പിടിച്ച് വെട്ടി നുറുക്കി കുരുമുളകിട്ട് വറുത്ത് തിന്നത് ഓർമ്മയുണ്ടാ? മായൻ തിരിഞ്ഞു നോക്കി. എടാ, എന്നതായിരുന്നടാ അതിൻ്റെ ഒരു സ്വാദ്. നിനക്കൊക്കെ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെയൊക്കെയും പച്ചക്കറിയും മീനും മാത്രം തിന്നിട്ടൊരു കാര്യവും ഇല്ല. എടാ, നിനക്കറിയാവോ, ഞാനീ പോലീസുകാരുടെ ഇടികൊണ്ട് ഇഞ്ചപ്പരുവായപ്പോഴൊക്കെ എന്താ ചെയ്തേന്ന്? എടാ, പാർട്ടി ഭരണത്തിന്ന് പോകുമ്പം അവന്മാരുടെ വിധ മാറുമല്ല. അപ്പോഴൊക്കെ കരിമ്പൂച്ചയെ പിടിച്ച് സൂപ്പ് വെച്ച് 3 നേരം കഴിക്കും. ഒരിക്ക ഒരു മലമ്പാമ്പിനെ തരത്തിന് കിട്ടി. എന്തോരം നെയ്യായിരുന്നടാ അതിനെ. അതിനെയൊക്കെ തിന്നില്ലായിരുന്നേ എമ്പണ്ടേ വല്ല ക്ഷയരോഗം പിടിച്ച് ഞാൻ ചത്തുപോയേനെ. ഉടുമ്പിനെയും 2 വട്ടം. ഉടുമ്പിറച്ചി ഒന്ന് വേറെയാടാ. ഒരിക്കൽ കഴിച്ചതിന്റെ പിറ്റേന്നാ നട്ടപ്പാതിരയ്ക്ക് ഉടുമ്പ് കേറും പോലെ ചുമരുമ്മേക്കൂടെ കേറിച്ചെന്ന് കടപ്പുറത്തെ ജോസൂട്ടിയെ കൊന്നത്. എടാ, അവനും അവന്റെ ആൾക്കാരും കൂടിയല്ലേ എന്നെ വലയെറിഞ്ഞു വീഴ്ത്തി പങ്കാത്തണ്ടിന് തല്ലി തല പൊട്ടിച്ചേ. അപ്പ പിന്നെ ഞാനവന് പണി കൊടുക്കണ്ടേ? രാത്രി ഓട് പൊളിച്ചകത്ത് കയറി പെണ്ണും പിള്ളേം കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നപ്പോഴല്ലേ വെട്ടി തുണ്ടം തുണ്ടവാക്കിയത്. എടാ, എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ചെയ്ത ഒരേയൊരു കൊലയാടാത്. അതിപ്പം ഗുലുമാലായിരിക്കുക. കുറഞ്ഞത് ജീവപര്യന്തത്തിന് വകുപ്പുണ്ടെന്നാ വക്കീല് പറയണേ. അവന്റെ പെമ്പറന്നോത്തി, കൊച്ചിങ്ങ, വയസ്സായ തന്ത എല്ലാരും ദൃക്സാക്ഷികളാണല്ല. കാശ് കുറെ ഇറക്കേണ്ടി വരും. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. പാർട്ടിക്കാര് കൈയൊഴിഞ്ഞതോടെ ഞാനിപ്പം വാടകയ്ക്കാ പണി. എടാ, കൊട്ടേഷൻ. മായൻ പൈശാചികമായി ചിരിച്ചു. ഒരു കേസൊത്ത് വന്നിട്ടുണ്ട്. 5 ലക്ഷം പറഞ്ഞൊപ്പിച്ചു. ടോക്കൺ അഡ്വാൻസേ കിട്ടിയുള്ളൂ. കൊല്ലാനാ? അങ്ങനെ ചോദിച്ചാ കൊല്ലേണ്ടി വന്നേക്കും. കൊല്ലണോ? കയ്യും കാലും തല്ലിയൊടിച്ചാ പോരെ? എടാ, അത് പണി ഏൽപ്പിക്കണവന്മാര് പറയണ പോലല്ലേ. മായൻ ചിരിച്ചു. പെറ്റ തള്ളയായാലും കൊട്ടേഷൻ പിടിച്ചാ പിന്നെ കാര്യങ്ങൾ അതിന്റെ വഴിക്കാണല്ല. നമ്മളൊരു പണി ഏറ്റെടുത്താ അത് നീറ്റായിട്ടും വെടുപ്പായിട്ടും ചെയ്യണ്ടേ? എൻ്റെ ഉള്ളിലെ ആഴങ്ങളിൽ നിന്നൊരാന്തൽ നുരച്ചു വന്നു. എത്രയോ പേരുടെ ജീവിതത്തിന് അറുതി വരുത്തിയ വാടക കൊലയാളിക്കൊപ്പമാണ് ഒറ്റപ്പെട്ട ഈ തുരുത്തിലൂടെ നിർഭയനായി ഞാൻ നടക്കുന്നത്. മരണം അയാളുടെ വിളി കേൾക്കാൻ കാത്തു നിൽക്കുന്നത് വിരൽഞ്ഞൊടി ദൂരത്താണ്. കത്ത് കിട്ടിയതും എന്തിനാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്? അയാൾ വീട് തിരഞ്ഞു വന്നാലോ എന്ന ഭയം കൊണ്ടോ? അതോ 20 വർഷം മുൻപ് ജീവിതം വഴിമുട്ടിയെന്ന് കരുതിയ ആ രാത്രിയിലേക്ക് അയാൾ കടന്നുവന്ന ഓർമ്മയിലോ? ആളൊഴിഞ്ഞ പള്ളി മൈതാനത്ത് നക്ഷത്രങ്ങളെ നോക്കിക്കിടന്ന പാതിരാവിൽ കീശയിലുണ്ടായിരുന്നത് ട്യൂഷൻ സെന്ററിൽ നിന്ന് കിട്ടിയ 30 രൂപ. രാത്രി ബസ്സിൽ കൊച്ചിയിലെത്തണം. അവിടെ നിന്ന് തീവണ്ടിയിൽ എവിടേക്കെങ്കിലും. കാൽപ്പെരുമാറ്റം കേട്ട് തല പൊന്തിച്ചു നോക്കി. ആരടാ? കയ്യിലിരുന്ന നീളൻ ടോർച്ചയാൾ മുഖത്തേക്കടിച്ചു. നീയോ? നീയെന്താടാ ഈ നേരത്തിവിടെ? പറയടാ. അയാൾ തൂക്കിയെടുത്തു. നാടുവിട്ടു പോകാനോ? ഉദ്ദേശം അറിഞ്ഞതും തോളത്തെ പിടുത്തം മുറുകി. പഠിച്ച് രക്ഷപ്പെടാൻ നോക്കടാ. എന്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? ജീപ്പിൽ കയറ്. ജീപ്പ് വീടിന്റെ മുന്നിൽ വന്നു നിന്നു. ഇറങ്ങാൻ നേരം മടിക്കുത്തിൽ നിന്ന് 200 രൂപയെടുത്ത് നീട്ടി. നീ പഠിച്ച് ഗതി പിടിക്കേ. ജോലി കിട്ടിക്കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴൊക്കെ അന്വേഷിച്ചിരുന്നു. ഞാൻ പറഞ്ഞു. മായണ്ണൻ ജയിലിലായിരുന്നുവല്ലോ. ആദ്യം 7 വർഷം, പിന്നെ ഒരു 2 വർഷം. മുന്നോട്ട് വെച്ച കാൽ
പിന്നോട്ട് വലിച്ച് അയാൾ അറച്ചുനിന്നു. പുല്ലിനിടയിൽ ഒരിളക്കം. അത് വളഞ്ഞു പുളഞ്ഞുപോയി. പാമ്പ്, അയാൾ കാര്യമാക്കാതെ പറഞ്ഞു. പണ്ടിതിന്റെ പേര് മുതലത്തുരുത്തെന്നായിരുന്നു. നീ പണ്ടത്തെ തൂക്കുമരം കണ്ടിട്ടുണ്ടാ? ഇല്ല. എന്നാ വാ. അയാൾ പടർപ്പുകൾ വകഞ്ഞു മാറ്റി ആയാസപ്പെട്ട് കുന്നിൻ ചെരുവിലൂടെ മേലേക്ക് കയറി. കേറ്റം കുറച്ച് കടുപ്പമാണ്. കുതികാലിനൊരു വെട്ട് കിട്ടിയേ പിന്നെ. ആരാ വെട്ടിയത്? അവനിപ്പഴില്ല. അവന്റെ പാസ്പോർട്ട് അപ്പോഴേ ഞാൻ വെട്ടി. അയാളുടെ കണ്ണുകൾ തിളങ്ങി. ദാ നോക്ക്, സായിപ്പിന്റെ കാലത്തെയാ. കുന്നിന്റെ മുകളിൽ മരങ്ങൾക്കിടയിൽ കൂറ്റൻ കരിവീട്ടിക്കഴ. അതിന്റെ തുരുമ്പിച്ച കൊളുത്തിൽ നിന്നൊരു ചങ്ങലക്കഷ്ണം. സംഗതി എന്തെളുപ്പമല്ലടാ. അയാൾ തൂക്കുമരത്തിലേക്ക് നോക്കി നിന്നു. അവന്മാരുടെ സെറ്റപ്പൊക്കെ അപാരം. പണ്ടിവിടം മുതലകളുടെ താവളമായിരുന്നു. താഴേക്കിറങ്ങുന്നതിനിടയിൽ അയാൾ പറഞ്ഞു. 1-2 ഇപ്പോഴും ഉണ്ട്. എന്നെപ്പോലെയുള്ള തെമ്മാടികളെ പിടിച്ച് നാടുകടത്തിയിരുന്ന തുരുത്ത. ബാക്കി കാര്യം മുതലുകൾ നോക്കിക്കോളുമല്ലോ. താഴെ തോണിക്കടവിന് നേർക്കാണ് അയാൾ നടന്നത്. കടവിൽ 4 മുളന്തൂണുകൾ നാട്ടിയ ചെറിയൊരു കൂര. അകത്ത് ചൂരൽ മെടഞ്ഞ 3 കസേരകൾ. നടുക്ക് തടി മേശപ്പുറത്ത് കയർ വിരിഞ്ഞ മൺകൂജ. 3-4 മൺകോപ്പകൾ. നീ ഇരിക്കേ. മായൻ കൂജ കയ്യിലെടുത്തു. നിനക്ക് വേണാ? മൂത്തതാ. ഇപ്പൊ വേണ്ട. വേണ്ട. അയാൾ കൂജ ചെരിച്ച് മൺകോപ്പയിലേക്ക് കള്ളു പകർന്നു. നീ എന്തിനാടാ വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടാൻ പോണത്? മായൻ മൺകോപ്പ കാലിയാക്കി രണ്ടാമത് നിറയ്ക്കുന്നതിനിടയിൽ ചോദിച്ചു. ഞാൻ കഥയറിയാതെ അയാളെ നോക്കി. ആ മെഡിക്കൽ കോളേജുകാരുടെ കാര്യത്തിലേ, എടാ, അവന്മാരൊക്കെ വലിയ ആൾക്കാരാ. എന്തു ചെയ്യാനും മടിയില്ലാത്ത പിശാചുക്കളാ. അയാൾ ചിറിവടിച്ചു. മായണ്ണ, അതു മുഴുവൻ കണ്ടൽക്കാടാ. കണ്ടൽക്കാടൊക്കെ വെട്ടിത്തെളിച്ച് ചതുപ്പു നികത്താൻ തുടങ്ങിയപ്പോഴല്ലേ ഞാൻ... കണ്ടൽക്കാട് നിന്റെ ഉണ്ണാക്കി തിരുവോടമായി. മായൻ വഴിപിഴച്ചു വന്ന ഏതോ വാക്ക് പെട്ടെന്നടക്കി. അല്ലേലും പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? നിനക്കൊക്കെ ബുദ്ധി കമ്മിയാ. എന്നിട്ടാണോ പത്രത്തിൽ റിപ്പോർട്ട് വന്നതും കോടതി തടഞ്ഞില്ലേ? ഞാൻ വാദിച്ചു. അയാൾ കൂജ കാലിയാക്കി. അവന്മാര് വെറുതെ വിടുമെന്ന് തോന്നണുണ്ടാ? നീ കാരണം എത്ര കോടിയാ നഷ്ടമാവാൻ പോണേന്നറിയാവോ? എടാ, അവന്മാര് മോഹവില കൊടുത്ത് വാങ്ങിയ ചതുപ്പാ അത്. മായണ്ണ, ഞാൻ എന്റെ ഡ്യൂട്ടിയാ ചെയ്തേ, ഈ നാടിന്റെ നന്മയ്ക്കു വേണ്ടി. നീ കണ്ണീ കാണണതൊക്കെ പത്രത്തിൽ എഴുതിയെന്ന് വെച്ചേ ഈ നാടൊന്നും നന്നാവാൻ പോണില്ല. അയാൾ ഒഴിഞ്ഞ കൂജ മേശപ്പുറത്ത് വെച്ചു. എന്നെക്കാളും വലിയ കൊലപാതകികളും പെരുങ്കള്ളന്മാരുമാടാ ഈ നാട് ഭരിക്കണവന്മാരും നിന്റെയൊക്കെ പത്രമുതലാളിമാരും. പിന്നെങ്ങനെ നന്നാവാനാടാ ഈ നാട്? അയാളൊരു സിഗരറ്റ് എടുത്ത് പകുതിയോളം ചുക്ക തോണ്ടി പുറത്തിട്ടു. കൈത്തെറുപ്പിൽ നിന്നെടുത്ത് പകരമെന്തോ നിറച്ച് തീ കൊളുത്തി. വിരലുകൾക്കിടയിൽ തിരുകി ആഞ്ഞു വലിച്ചു. കഞ്ചാവാണോ? മായൻ നോക്കി. എന്താ, നിനക്ക് നോക്കണോ? ഏയ്. പിന്നെന്താ? അല്ല മായണ്ണ, വന്നിട്ട് നേരം കുറയായി. എന്നെ വിളിപ്പിച്ചതെന്തിനാണെന്ന് ഇതേവരെ പറഞ്ഞില്ല. മായൻ കായലിലേക്ക് നോക്കി നിന്നു. നിനക്ക് തിടുക്കായോ? ഏയ്, അങ്ങനൊന്നുമില്ല. എന്തിനാണെന്ന് അറിഞ്ഞിരുന്നേൽ. അത് ഞാനെങ്ങനാ പറയണേ? മായൻ വീണ്ടും പുകയെടുത്തു. വേണ്ട, അതൊക്കെ വൈകിട്ട് സലോമി പറയും.
സലോമിയോ? ആ, ഞാൻ പറഞ്ഞില്ലേ, ആ പെണ്ണ്, അകത്തെ കാര്യങ്ങളൊക്കെ നോക്കണ പെണ്ണ്. മായൻ തോണി കരയ്ക്കടുപ്പിച്ചു. ഞാനൊരു വഴിക്കൊന്ന് പോയേച്ചു വരാം. ചിലപ്പോൾ ഇരുട്ടും, ചിലപ്പം നേരം വെളുക്കും. നിങ്ങൾ രണ്ടാളും ഒന്നും രണ്ടും പറഞ്ഞിരിക്കേ. നല്ല മൂത്ത കള്ളും മീൻ മുളകരച്ച് പൊള്ളിച്ചതും പെട്ടപ്പെട്ടക്കണ സലോമിയും. പിന്നെന്ത് വേണവിടാ? മായൻ തോണിയിൽ കയറി തുഴ കയ്യിലെടുത്തു. തോളത്ത് കിടന്ന തോർത്തെടുത്ത് തലയിൽ കെട്ടി. ജീവിതം അർമാദിക്കടാ, അർമാദിക്ക്. അയാൾ മേലേക്ക് കണ്ണയച്ചു. എപ്പോഴാ അവിടെന്ന് വിളി വരണമെന്ന് അറിയത്തില്ലല്ലോ. അയാൾ കായലിന് കുറുകെ തുഴയെറിഞ്ഞു പോയി. പിന്നിൽ കാൽപ്പെരുമാറ്റം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. സലോമി? ആ, എന്നെ മനസ്സിലായി അല്ലേ? മായണ്ണൻ എങ്ങാണ്ടേക്കും പോയി. ആ, മായണ്ണൻ ഏതാണ്ടും ഡീലുറപ്പിക്കാൻ പോയതാണ്. ഡീലോ? ആ, കൊട്ടേഷൻ. സലോമി ഒഴിഞ്ഞ മൺകൂജിയും കോപ്പകളും കയ്യിലെടുത്തു. പറഞ്ഞുറപ്പിച്ച തുക കയ്യിൽ കിട്ടാണ്ട് മായണ്ണൻ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുകയില്ല. എല്ലാം വട്ടം കൂട്ടി വെച്ചേക്കും. കാര്യം നടത്തണേ കാശിറക്കം. അല്ല, ഈ വക്കീലന്മാര് പിടുങ്ങണത് എത്രയാന്നാ വിചാരം? ആ പെരിങ്ങോടൻ വക്കീൽ എത്ര ലക്ഷവാ ചോദിച്ചെന്നറിയാവോ തൂക്കുകയറി നൂരിപ്പോരാൻ? സലോമി നടന്നു. എന്നാ വാ. ഞാൻ പിന്നാലെ നടന്നു. വെളുപ്പും നീലയും ചതുരങ്ങൾ കെട്ടിപ്പിണഞ്ഞ കള്ളിമുണ്ടും ചുവപ്പ് പൂക്കളുള്ള ജമ്പറും നീലേമരി മണക്കുന്ന മുടി, കഴുത്തിൽ ചുവന്ന കല്ലുകോർത്ത കുരിശുമാല, കയ്യിൽ കുപ്പിവളകൾ. സലോമി തിരിഞ്ഞു നോക്കി. എന്റെ രൂപം മനസ്സിൽ വരച്ചിടുകയാണോ? അല്ല, പത്രത്തിലൊക്കെ എഴുതണ വലിയ ആളാണെന്ന് കേട്ടായിരുന്നു. എഴുതും. ആ, മായണ്ണം പറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു. മായണ്ണനൊരു മോഹമുണ്ട്. ജയിലിൽ പോകണേന് മുമ്പേ മായണ്ണന്റെ കഥ ആരെക്കൊണ്ടേലും എഴുതിക്കണമെന്ന്. ആരാണ്ടും ആ കള്ളം മണിയമ്പിള്ളയുടെ കഥ എഴുതിയില്ലേ? അതേമാതിരി. അപ്പൊ എന്നെ വിളിപ്പിച്ചത് മായണ്ണന്റെ കഥ എഴുതിക്കാനാണെന്നാ എന്റെ മനസ്സിൽ തോന്നണത്. ഓ, ആശ്വാസം. ഇപ്പോഴാ ശ്വാസം നേരെ വീണേ. എന്തേ? അവളുടെ കുപ്പിവള കിലുങ്ങി. ഏയ്, ഒന്നുമില്ല. സലോമി അത് കേട്ട് ചിരിച്ചു. മായണ്ണനെ എല്ലാവർക്കും പേടിയാ. കോഴിയെ അറക്കണ മാതിരി ആൾക്കാരെ കൊന്നിരുന്ന ആളല്ലേ? ഇപ്പോഴും അത് തന്നല്ലേ? ഏയ്, ഇപ്പം അങ്ങനെ കൊല്ലും കൊലയുമൊന്നുമില്ല. അല്ലാത്ത കൊട്ടേഷൻ അധികവും. പിന്നെ അറിയത്തില്ല കേട്ടാ, കാശിന് ആവശ്യമുള്ള സമയമല്ലേ. സലോമി വരാന്തയിലേക്ക് കയറി. ദേ, ഇപ്പുറത്താ കുളിമുറി. അങ്ങേ മുറി കിടക്ക വിരിച്ചിട്ടിട്ടുണ്ട്. ബാഗ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ജനല് തുറന്നിടണ്ട, വല്ല പാമ്പും കയറും. തുരുത്തായതുകൊണ്ടേ ഇഴജന്തുക്കളുടെ ശല്യം. ഞാൻ മുറിയിൽ കയറി. അകത്തുനിന്ന് സാക്ഷിയിട്ടു. അവിഞ്ഞ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞു. ലുങ്കിയെടുത്ത് ചുറ്റി. പുറത്ത് വാതിലിൽ സലോമി വന്ന് മുട്ടി. അടച്ചുപൂട്ടാനും മാത്രം എന്നതാ? കതക് തുറന്നതും സലോമി എന്തോ അർത്ഥം വെച്ച് ചിരിച്ചു. ഈ തുരുത്തി നമ്മൾ രണ്ടാളുമല്ലാണ്ട് ആരാ? മായണ്ണൻ അറിയാണ്ട് ഒരീച്ച പോലും ഇങ്ങാട്ട് കയറത്തില്ല. കേറിയാ പിന്നെ ഇറങ്ങത്തുമില്ല. ഉത്തരം മുട്ടിയത് കണ്ട് സലോമി കയ്യിലിരുന്ന ടവൽ നീട്ടി. പോയി കുളിച്ചേച്ചു വാ, ഞാൻ കഴിക്കാനെടുത്ത് വെക്കാം. കുപ്പിവള കിലുങ്ങി. സലോമി തിടുക്കത്തിൽ അടുക്കള ഭാഗത്തേക്ക് പോയി. ഞാൻ ഷവറിന്റെ താഴെ നിന്നു. ഒരു വാടക കൊലയാളിയുടെ കഥ, അതോ
മായൻ ഒരു വാടക കൊലയാളി. ഷവറിന്റെ തുരുമ്പിച്ച സുഷിരങ്ങളിലൂടെ മായന്റെ കഥ മനസ്സിലേക്ക് പെയ്തിറങ്ങി. സലോമി പറഞ്ഞ ആശയം കൊള്ളാം. ഒരു വാടക കൊലയാളിയുടെ ജീവിതം ഇന്നേ വരെ ആരും. മായണ്ണൻ എന്തെല്ലാം മനസ്സ് തുറക്കാനുണ്ടാവും. ഓരോ കൊലപാതകത്തിന്റെയും പിന്നിലെ കഥകൾ, കൊല ചെയ്ത രീതികൾ, കൊലയിലേക്ക് നീളുന്ന വഴികൾ, മുന്നൊരുക്കങ്ങൾ, കൊലപാതകങ്ങളിലെ സർഗാത്മക പ്രവണതകൾ. മണിയൻപിള്ളയുടെ കഥ പോലെ മായണ്ണന്റെ കഥയും പുസ്തകവിപണിയിൽ ഹിറ്റായെന്ന് വരാം. അന്യഭാഷകളിൽ പതിപ്പുകൾ ഇറങ്ങാം. പുരസ്കാരങ്ങൾ തേടി വരാം. പത്രത്താളിലെ ഒരേയൊരു ദിവസത്തെ ആയുസ്സിൽ ഒതുങ്ങുന്ന ബൈലൈനിൽ നിന്ന് പുസ്തകമെഴുത്തിന്റെ അപാരമായ സാധ്യതകളിലേക്ക് ഞാൻ പറന്നു. കുളി കഴിഞ്ഞ് വരാന്തയിലൂടെ 5-6 വട്ടം ഉലാത്തി. സലോമിയുടെ കുപ്പിവളക്കിലുക്കം കേൾക്കാനില്ല. ജനാലയുടെ കമ്പിവലക്കിടയിലൂടെ അകത്തേക്കെത്തി നോക്കി. തീന്മേശ കിടന്നിരുന്ന മുറിയിലും അടുക്കളയിലും അനക്കമില്ല. മുറ്റത്തേക്കിറങ്ങി കല്ലുപാകിയ വഴിയിലൂടെ മുളങ്കൂട്ടങ്ങൾ ഉരയുന്ന ഒച്ച കേട്ട് നടന്നു. താന്തോന്നിക്കുന്നിന്റെ ഉച്ചിയിൽ നിലാവ് ചേക്കേറി. പൊന്തക്കാടുകളിൽ കുളക്കോഴികൾ പേടിച്ചരണ്ട് കരയുന്നു. ഇടയ്ക്കെപ്പോഴോ ഒരു കൂമന്റെ കൂവലും കേട്ടു. മരത്തലപ്പുകളിൽ തലകീഴായി കിടന്ന വാവൽക്കൂട്ടം ചിറകലച്ചു. വിജനമായ തുരുത്ത്, ഭയാനകമായ വന്യത, കരിമ്പടം പുതച്ച ഇരുട്ട്, പടിഞ്ഞാറ് നിന്നടിച്ച കായൽ കാറ്റിൽ അടിവയറ്റിൽ നിന്നൊരു ഭീതി കമ്പിളിപ്പുഴുക്കളായി നുരഞ്ഞു. എന്നെ കാണാഞ്ഞ് പേടിച്ചാ? പിന്നിൽ സലോമിയുടെ കുപ്പിവള കിലുങ്ങി. ഞാനൊന്ന് മേല് കഴുകാൻ പോയതാണ്. പെട്ടെന്നെവിടെന്നോ പാല പൂത്ത മണം. ഞാൻ മൂക്ക് വിടർത്തി. പാലപൂത്തതല്ല, പനീർ ചെമ്പകം. ദേ. അവൾ കുളിപ്പിന്നലിട്ട മുടിത്തുമ്പ് മുന്നിലേക്കിട്ടു. വാ, കഴിക്കാനെടുത്തു വെച്ചു. കള്ളിമുണ്ട് മാറ്റി ഞൊറിയിട്ട് തുന്നിയ വലിയ പാവാടയുടുത്താണ് അവൾ വന്നത്. മുന്നേ നടന്നപ്പോൾ ചന്തിയുടെ വിരിവ് കൂടിയതുപോലെ. അകത്ത് തീന്മേശയിൽ വിഭവങ്ങളെല്ലാം നിരത്തിവെച്ചിരുന്നു. ഇരിക്കേ, സലോമി ക്ഷണിച്ചു. മായണ്ണൻ പ്രത്യേകം ഷട്ടം കെട്ടി ഉണ്ടാക്കിച്ചതാണ്. മുന്നിലിരുന്ന വാഴയിലക്കീറിലേക്കവൾ കാന്താരിയിട്ട് കുഴച്ച കപ്പ വിളമ്പി. നാട്ടിലെങ്ങും കിട്ടാത്ത ഏത്തക്ക കപ്പയാണ്. ചെമചെമാന്നിരിക്കണ കണ്ടില്ലേ? കരിമീൻ മുളകിട്ട് വെച്ചതവൾ ചട്ടിയോടെ നീക്കിവെച്ചു. കപ്പയും കരിമീനും മുന്തിരിക്കള്ളും. സലോമി എന്നെ നോക്കി കണ്ണിറുക്കി. അന്തിക്കള്ള് പണ്ടേ ഇഷ്ടമാണെന്ന് മായണ്ണൻ പറഞ്ഞു. ഇത് അന്തിയല്ല കേട്ടാ, രാവിലത്തെയാ. കള്ള് 2 മൺകോപ്പകളിലായി പകർന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി. അവൾ മൺകോപ്പ ഉയർത്തി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അവൾ ഒറ്റവലിക്ക് കോപ്പ പാതിയാക്കി. മായണ്ണന്റെ കയ്യിന്ന് കോപ്പിയടിച്ചതാണ് കേട്ടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. അവൾ കരിമീൻ ചാറ് തൊട്ടു നക്കി. കാലിയാക്കിയ മൺകോപ്പ വീണ്ടും നിറച്ചു. പുഴമീൻ വരഞ്ഞ് മുളകരച്ച് പെരട്ടി വാഴയിലെ പൊള്ളിച്ചതുണ്ട്. അവൾ ഇരുമ്പ് ചട്ടിയുടെ മൂടി നീക്കി. ഇഷ്ടാണെന്ന് മായണ്ണം പറഞ്ഞു. പണ്ട് പാടത്തൂന്ന് കഴുവാക്കലേക്ക് മഴയത്ത് ചെമ്പല്ലി തത്തിക്കേറും. മായണ്ണൻ കുഴി കുത്തിപ്പിടിക്കും. അമ്മ പൊള്ളിച്ചു വയ്ക്കും. അമ്മയുടെ വകയിലൊരു ചെറിയമ്മയുടെ മകനാണല്ലോ. ഓ, അപ്പം അമ്മാച്ചനായി വരും. സലോമി മീനെണ്ണ പുരണ്ട വിരലുകളീമ്പി. അകന്ന വകയില്. ഞാൻ മീൻ പൊള്ളിച്ചതടർത്തി. ചപ്പാത്തി കഴിക്കണം. പാടുപെട്ട് കനലി ചുട്ടെടുത്തതാണ്. സലോമി 2 ചപ്പാത്തി മടക്കി ഇലക്കീറിലിട്ടു. എന്റെ സലോമി ഇപ്പത്തന്നെ നിറഞ്ഞു. പിന്നെ അതങ്ങോട്ട് കഴിച്ചേ.
ആണുങ്ങളായ അന്തം വിട്ട് കഴിക്കണം, എന്നാലല്ലേ. സലോമി മൺകോപ്പ വീണ്ടും നിറയ്ക്കുന്നതിനിടയിൽ എന്നെ നോക്കി കള്ളച്ചിരി ചിരിച്ചു. ഇതൂടെ മതി. ഞാൻ ചപ്പാത്തി കീറി വായിലിട്ടു. സലോമി മൺകോപ്പ നീക്കിവെച്ചു. കള്ള് ശരിക്കും മൂത്തു. ഞാൻ കോപ്പ കയ്യിലെടുത്തു. അല്ലേലും ഇനി മതി. സലോമി എണീറ്റു. മായണ്ണൻ ഇന്നിനി വരുകയല്ല. നേരം ഇത്രയും ഇരുട്ടിയില്ലേ? മായണ്ണൻ ഇരട്ടച്ചങ്കനല്ലേ? നിലാവത്ത് കായലി വേലിയേറ്റം വരും. ഇരട്ടച്ചങ്കാണെന്ന് കായലിനറിയത്തില്ലല്ല. സലോമി പാത്രങ്ങൾ പെറുക്കി. മഴ കടുത്താ പിന്നെ തോണിപ്പോക്ക് നടക്കുകയില്ല. ചെറിയൊരു ചങ്ങാടമുണ്ടാക്കണം. കണ്ടില്ലേ, മുള വിളഞ്ഞ് കൂട്ടിയിരുമ്മി തീ പിടിക്കണ മട്ടാണ്. പാത്രങ്ങളുമായി അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ അവൾ മുളങ്കാടിന് നേർക്ക് നോക്കി. ഞാൻ എണീക്കാൻ ശ്രമിച്ചു. കള്ള് കുറേശ്ശെ തലയ്ക്ക് പിടിക്കുന്നുണ്ട്. വായി കുലുക്കുഴിഞ്ഞതും സലോമി അടുത്തേക്ക് വന്നു. വാ, ഞാൻ കൊണ്ട് കിടത്താം. അവൾ അരയ്ക്ക് ചുറ്റിപ്പിടിച്ചു. മായണ്ണൻ കള്ളി ചിലപ്പോ കഞ്ചാവ് കിഴികെട്ടിയിടും. അപ്പോഴേ എടുത്തു മാറ്റും. ഏയ്, ഞാനങ്ങനെ പൂസൊന്നുമില്ല. ഞാൻ കിടക്കയിൽ ചാരിക്കിടന്നു. എന്നാലും. സലോമി കുപ്പിവളകൾ ഊരിവെച്ചു. ചുവന്ന കല്ലുകോർത്ത കുരിശുമാലയും. ഇതൊക്കെ എന്തിനാ ഊരുന്നേ? ഓ, രാത്രി കിടന്നുറങ്ങാൻ നേരം ഇതൊക്കെ എന്തിനാ? സലോമി മുടിപ്പിന്നൽ അഴിച്ചിട്ടു. കഴിഞ്ഞ വർഷം എടുത്തോ പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാ. സൂക്ഷിച്ചില്ലേ പൊട്ടിപ്പോവും. ഓ, അവിടെയാ വീട്? ഞാൻ ചോദിച്ചു. എങ്ങനെ ഇവിടെ വന്ന് പെട്ടു? ഏയ്, വീടവിടല്ല. പെരുന്നാള് കൂടാൻ പോയെന്നേ ഉള്ളൂ. അവൾ അരികെ വന്ന് ചായച്ചുവെച്ച ഉരുളൻ തലയിണയിൽ ചാരിയിരുന്നു. ഈ മായന്തുരുത്തി വന്ന് പെട്ടുപോയാ പെട്ടതാ. അവളുടെ കാച്ചെണ്ണ മണം എന്നെ ചൂഴ്ന്നു. നീലാമിരിയുടെ മണം, പനീർ ചെമ്പകത്തിന്റെ മണം, വാസന സോപ്പിന്റെ മണം, അകത്തുനിന്ന് തേട്ടിവന്ന പുളിച്ച കള്ളിന്റെ മണം. മണങ്ങൾ ചെങ്കീരികളെപ്പോലെ എനിക്ക് ചുറ്റും പരതി നടന്നു. അപ്പോ ഒന്നും അറിയാണ്ട് ഇങ്ങോട്ട് വന്നേ അല്ലേ? അവൾ പാവാട വിടർത്തിയിട്ടു. എന്ത്? ഏയ്, ഒന്നുമില്ല. അവളുടെ നേർത്ത വിരലുകൾ എന്റെ മുടിയിഴകൾക്കിടയിലൂടെ ഇഴഞ്ഞു. നാളെ നേരം വെളുക്കുന്നതും എനിക്ക് പോണം, ഞാൻ പറഞ്ഞു. മായണ്ണനൊന്ന് വന്നോട്ടെ. അപ്പം മായണ്ണന്റെ കഥ എഴുതണ്ടയോ? കഥ എഴുതാണ്ട് മായണ്ണൻ വിടുമെന്ന് തോന്നണണ്ടാ? അവൾ അനുതാപത്തോടെ നോക്കി. പോണം, ഞാൻ കോട്ടുവായിട്ടു. കഥയൊക്കെ പിന്നെ. ക്ഷീണാണെ ഉറങ്ങിക്കോ. അവളുടെ നിശ്വാസം എന്റെ കൺപോളകൾക്കുമീതെ പാറി വീണു. ഉറങ്ങിക്കോ. സലോമി ചേർന്ന് കിടന്നു. അവളുടെ മാറിലെ ഇളം ചൂടിലേക്ക് ഞാൻ അറിയാതെ മുഖം പൂഴ്ത്തി. ചുണ്ടുകൾ നെറുകയിൽ അമരുന്നതറിഞ്ഞു. വിരലുകൾ ചുമലിലൂടെ ഒഴുകി. ഉറങ്ങിക്കോ, അവൾ ഉരുവിട്ടു. ഉച്ചതിരിഞ്ഞാണ് മായൻ വന്നത്. ഊണ് കഴിച്ചതും സലോമി വന്നു വിളിച്ചു. വാ, നമുക്ക് മായണ്ണൻ വരുമ്പോഴത്തേക്ക് 5-6 മൂത്ത മുള വെട്ടാം. സലോമി അറ്റത്ത് വളഞ്ഞ വാലുള്ള വാക്കത്തി രാഗി. മുളവെട്ടാൻ അറിയാവോ? സലോമി എന്നെ നോക്കി. ശീലമില്ല. ശീലമെന്തിന്? ദേ നോക്കിയേ. അവൾ കുനിഞ്ഞ് മുളയുടെ കടക്കൽ ആഞ്ഞുവെട്ടി. മുളങ്കാടുലഞ്ഞു. പക്ഷികൾ നിലവിളിയോടെ പറന്നു. പാവങ്ങ പേടിച്ചു കാണും. സലോമി രണ്ടാമതും ആഞ്ഞുവെട്ടി. ഇനിയൊന്ന് തള്ളിക്കൊടുത്താ മതി, വീണോളും. ഞാനൊരു തള്ളു തള്ളിയതും മുള അലർച്ചയോടെ വീണു. ഇത്രയുള്ളു കാര്യം. മായണ്ണൻ ആൾക്കാരെ കൊല്ലണ മാതിരി. സലോമി ദൂരേക്ക് നോക്കി ചിരിച്ചു. ആണ്ടേ, 100 ആയുസാ. മായണ്ണന്റെ കാര്യം ഇപ്പോഴങ്ങാട്ട് പറഞ്ഞതേയുള്ളൂ.
മായൻ മുളങ്കാട്ടിലേക്ക് വന്നു. എങ്ങനെയുണ്ടടാ മായൻതുരുത്തിലെ ജീവിതം? മായണ്ണ, എനിക്ക് പോണം, ഞാൻ പറഞ്ഞു. ഹാ, നീ വന്നിങ്ങോട്ട് കേറിയില്ല, അതിനു മുൻപെയോ? സലോമി ചിരിച്ചു. ഇന്നലെ രാത്രി നല്ല പുകിലായിരുന്നു. ആണോടാ? മായൻ വാത്സല്യത്തോടെ തോളത്ത് തട്ടി. പുള്ളിക്കാരനൊന്നും അറിഞ്ഞില്ല. സലോമി പിന്നെയും ചിരിച്ചു. കുറച്ച് പൂസായിരുന്നു. നീ ഇതങ്ങ് അകത്തുകൊണ്ടുപോയി, ബാക്കിയുള്ള മുള ഞാൻ വെട്ടാം. മായൻ തോളത്ത് കിടന്ന തടിച്ച സഞ്ചി സലോമിയെ ഏൽപ്പിച്ചു. സലോമി വാക്കത്തി കൈമാറി. പോയ കാര്യമൊക്കെ ഉറച്ച മട്ടുണ്ടല്ല. സലോമി സഞ്ചിക്കകത്തിരുന്ന പൊതിക്കെട്ടെടുത്ത് കൈവെള്ളയിൽ കനം നോക്കി. ആ, നീ കൊണ്ടവേ. മായൻ വാക്കത്തിയുടെ വളഞ്ഞ വാൽ കോളറിൽ തൂക്കിയിട്ട് മൂത്ത മുള നോക്കി നടന്നു. സലോമി പോയി. നീ ഇന്നേ പോയാലെങ്ങനാടാ? മായൻ എന്നെ നോക്കി. സലോമി ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. മായണ്ണന്റെ ജീവിതകഥ എഴുതണ കാര്യം. ആ, ഇനിയുള്ള എന്റെ ജീവിതകഥ എഴുതേണ്ടത് നീയാ. അത് ഈ കൈക്കൊണ്ട് തന്നെ വേണം. ഇനിയല്ലേ കഥയിലെ വഴിത്തിരിവ്. മായൻ ആർത്തു ചിരിച്ചു. ഇനിയുള്ളതോ? അപ്പോ ഇതുവരെയുള്ളത് ആരെഴുതി? എനിക്ക് അമ്പരപ്പ് തോന്നി. ആ, അതൊക്കെ എഴുതി. മായൻ പിന്നെയും ചിരിച്ചു. ഇനിയുള്ളതാ നീ എഴുതണ്ടേ? മായണ്ണ, ജീവിതകഥ എഴുതുക എന്നൊക്കെ പറഞ്ഞ ഞാൻ അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. 1-2 ദിവസമൊന്നും പോരാ. മായണ്ണന്റെ കൂടെ നടന്ന് മായണ്ണന്റെ ഓർമ്മകളൊക്കെയും ചെകഞ്ഞെടുത്ത് മായണ്ണൻ പറയണതൊക്കെയും കുത്തിക്കുറിച്ച്. അതിനെ ഇവിടെ വന്നപ്പം മുതലേ നീ മുള്ളേ നിൽക്കുകല്ലേ? ഞാൻ പോയേച്ച് വരാം മായണ്ണ, അതിനുള്ള തയ്യാറെടുപ്പുമായി. ഏയ്, അതൊക്കെ വലിയ മെനക്കേടാടാ. അയാൾ മൂത്ത മുളയുടെ ചോട്ടിലെത്തി. നിന്റെ ഈ കൈ എനിക്ക് തന്നേച്ച് പോയാ മതി. എഴുതണ കൈ, അതിരുന്ന് എഴുതിക്കോളും. മായൻ വാക്കത്തി കയ്യിലെടുത്തു. മായണ്ണ, എന്റെ ഉള്ളിലൊരു മുളങ്കാടുലഞ്ഞു. രക്ഷപ്പെടാനാവില്ലെന്നെനിക്കറിയാം. എന്നാലും ഞാൻ ഓടുകയാണ് മായൻതുരുത്തിലൂടെ. ഇതോടുകൂടി KV മോഹൻകുമാറിന്റെ മായൻതുരുത്ത് എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.